അപ്പോൾ മഴയൊക്കെ മാറി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ പാവലിൽ വന്ന പൂക്കളെല്ലാം ചെറിയ ചെറിയ കായകളായിട്ടുണ്ട്. അപ്പോൾ അടിവളമായിട്ട് നമ്മൾ മഴക്കാലത്ത് കൊടുത്തതെന്ന് വെച്ചാൽ കോഴിവളമാണ്. അപ്പോൾ ഇനി അടുത്ത വളം കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ വളം കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ പാവൽ പൂവിടുകയും കായൊക്കെ ആവുള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു ജൈവ സ്ലറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 4 ദിവസമായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചത് നമ്മുടെ ചാണകവും കുറച്ച് വേപ്പൻ പിണ്ണാക്കും അതുപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പിണ്ണാക്കുമാണ്. അപ്പോൾ തേങ്ങാപ്പിണ്ണാക്ക് ഇല്ലാത്തവർക്ക് കപ്പലണ്ടി പിണ്ണാക്കോ എന്തെങ്കിലും ചെയ്യാം. ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് ചാണകത്തിൽ കുറച്ച് ചാമ്പൽ മിക്സ് ചെയ്ത് ഒഴിച്ചാലും മതി. അപ്പോൾ ഈ ഒരു സ്ലറി നല്ല റെഡിയാക്കി എടുത്തിട്ട് അതിനകത്ത് 2 കപ്പിൽ കുറച്ച് വെള്ളം ചേർക്കുക. നമ്മൾ എടുക്കുന്ന അളവിൻ്റെ ഇരട്ടിക്ക് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്ത് ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഇത് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ചെടി നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലറി. ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മഴയായിരുന്നുകൊണ്ടാണ് കൂടുതൽ ഇത് ചെയ്യാത്ത, കാരണം ഒഴിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച ചെടികൾ നന്നായിട്ട് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ നല്ല പൂവിടുകയും കായിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.